നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യത്ത് 400ഓളം പാവപ്പെട്ട ജനങ്ങളാണ് ഒരു യുദ്ധത്തിൽ മരിച്ചത്. നമ്മുടെ വീടിനടുത്ത് വരെ യുദ്ധമെത്തിയിരിക്കുന്നു. ഇത് ഇന്ത്യയെ ബാധിക്കുമോ? ഇതിന് കാരണം അമേരിക്കയാണോ? എന്താണെന്നറിയണ്ടേ? വീഡിയോയിലേക്ക് പോകാം. ദിസ് ഇസ് ജോസ് പ്രകാശ്. വെൽക്കം ടു ദ വീഡിയോ. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ എയർ സ്ട്രൈക്കിൽ 400ഓളം പാവപ്പെട്ട ജീവനുകളാണ് മരിച്ചത്. മരിച്ചതെന്നല്ല പറയേണ്ടത്, കൊല്ലപ്പെട്ടത്. 250ഓളം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒറ്റ എയർ സ്ട്രൈക്ക് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് കാര്യമെന്ന് അറിയണ്ടേ? എന്തിനാണ് ഈ അറ്റാക്ക് എന്നറിയണ്ടേ? എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്നറിയണ്ടേ? പറഞ്ഞുതരാം. അതിനാദ്യം അറിയേണ്ടത് താലിബൻ, അതുപോലെ തന്നെ തെഹ്രിക്ക് താലിബൻ എന്നുള്ള സംഘടനകളെ കുറിച്ചാണ്. ആദ്യം തന്നെ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബൻസിനെ കുറിച്ച് പറയാം. താലിബൻസ് എന്ന് പറയുന്നത് അമേരിക്ക അഫ്ഗാനിസ്ഥാനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിവിട്ട ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിരുന്നു താലിബൻസ്. ഈ തെഹ്രിക്ക് താലിബൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കിവിട്ട കുറേ ടെററിസ്റ്റ് ഓർഗനൈസേഷനുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നൊരു സംഘടനയാണ് തെഹ്രിക്ക് താലിബൻസ് എന്ന് പറയുന്നത്. ഈ താലിബൻസ് എന്ന് പറഞ്ഞ സംഘടന പിന്നീട് അമേരിക്കനെ പുറത്താക്കുകയും അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത് ഒരു നല്ലൊരു രാജ്യമായിട്ട് അവർ മുൻപോട്ട് അവരെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവരെ ഒരു രാജ്യമായിട്ട്, ഇല്ലെങ്കിൽ താലിബാൻസിനെ ഒരു ഗവൺമെൻറ്റായിട്ട് ലോകരാജ്യങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ IMF ലോണൊന്നും, വേൾഡ് ബാങ്ക് ഒന്നും ലോൺ ഈ പറഞ്ഞ പോലെ താലിബാൻസിന് കൊടുക്കാറില്ല. ഇതാണ് താലിബൻസും തെഹ്രിക്ക് താലിബൻസും. ഇപ്പോൾ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അറ്റാക്ക്, ഇവർ തമ്മിൽ എന്ന് പറയുമ്പോൾ തെഹ്രിക്ക് താലിബൻസും ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. ഈ തെഹ്രിക്ക് താലിബാൻസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പാകിസ്ഥാനിൽ ഒത്തിരി ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ തെഹ്രിക്ക് താലിബൻസ് കാരണം ഉണ്ടായി. കാരണം ഇവർക്ക്, അതായത് താലിബൻസ്, ഈ തെഹ്രിക്ക് താലിബൻസിന് ഒത്തിരി കൺസ്ട്രക്ഷൻസ് വേണമെന്നൊക്കെ പറഞ്ഞ് തെഹ്രിക്ക് താലിബൻസ് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ റിക്വസ്റ്റ് വെക്കുകയും അറ്റാക്ക് നടത്തുകയും കുറേ മിലിറ്ററി പേഴ്സൺസിനെ കൊന്നുകളയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഈ തെഹ്രിക്ക് താലിബൻസിനോട് താലിബനിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ദുരന്തർ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഈ സ്ഥലപ്രശ്നം തന്നെ. ഈ പറഞ്ഞ ഈ ലൈന് സത്യം പറഞ്ഞാൽ ആക്ച്വലി ഒരു ബോർഡർ ഒന്നുമല്ല. അപ്പോൾ ഈ ബോർഡർ അല്ലാത്തതുകൊണ്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ പാകിസ്ഥാൻ താലിബൻ്റെയാണ്, അതായത് അഫ്ഗാനിസ്ഥാൻ്റെ ആണെന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനും ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പ്രശ്നമാണ്. ഇൻറ്റേർണൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കലി ഭയങ്കര വീക്കറായിട്ടുള്ള ഒരു രാജ്യമാണ്. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി വീക്കസ്റ്റ് രാജ്യമാണ് പാകിസ്ഥാൻ. അത് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ന്യൂസുകളിലൊക്കെ ശ്രദ്ധിച്ചു, പാകിസ്ഥാനിൽ 1 ലിറ്റർ പെട്രോളിന് 350 രൂപയെ കൂടുതൽ പൈസ കൊടുക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള എക്കണോമിക്കലി വീക്കറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, അതല്ലാതെയും, അതായത് വേറെ സ്റ്റേറ്റ്സുമായിട്ട്, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയായിട്ട് അവിടെ തന്നെയുള്ളൊരു ചെറിയൊരു സംസ്ഥാനമാണ് ഈ പറഞ്ഞ പോലെ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയുള്ള ആൾക്കാരുമായിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു വശത്താണെന്നുണ്ടെങ്കിൽ, വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് പാകിസ്ഥാന് അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ്. അപ്പം അത് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഇറാനുമായിട്ട് യുദ്ധമുണ്ടായ സമയത്ത് പാകിസ്ഥാനെതിരെ ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ഈ പറഞ്ഞ അമേരിക്കയുടെ എംബസിക്കെതിരെ അറ്റാക്ക് ചെയ്തു. പക്ഷേ പാകിസ്ഥാൻ സ്വന്തം നാട്ടിലുള്ള ആൾക്കാരെ വെടിവെച്ച് കൊന്നു. അതുമാത്രമല്ല, തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി അമേരിക്കക്കെതിരെ കൊടി ഉയർത്തുകയും ചെയ്തു. അപ്പം അവിടെയും ഈ പറഞ്ഞ പോലെ 13ഓളം ആൾക്കാരെ പാകിസ്ഥാൻ വെടിവെച്ച് കൊന്നു. അപ്പം ഈ പറഞ്ഞ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണോ ഗവൺമെൻറ്, ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ നിൽക്കുന്നതെന്നാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ പാകിസ്ഥാനിൽ ഓൾറെഡി ഒരു ഇൻറ്റേർണൽ പ്രശ്നം, അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ പ്രശ്നം, പിന്നെ ബോർഡർ ലൈൻ ഇഷ്യൂ. ഇത് മാത്രമല്ല, ഇനി അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോടുള്ള അഫ്ഗാനിസ്ഥാൻ്റെ ബന്ധമാണ്. അപ്പം ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഓൾറെഡി നമ്മുടെ എക്കണോമിക്കലി, ഇല്ലെങ്കിൽ ഒത്തിരിയേറെ ബന്ധങ്ങൾ നമ്മൾ പുലർത്തുന്നുണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട്. അതായത് നമ്മൾ ഒത്തിരി സ്കൂൾസ്, കോളേജസ്, അതുപോലെ തന്നെ ഡാമൊക്കെ അഫ്ഗാനിസ്ഥാനിൽ പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാനെ ഒരു കൺട്രി ആയിട്ട് അവരെ നമ്മൾ മതിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മളവരെ ഭയങ്കരമായിട്ട് പൊക്കി പിടിക്കാറില്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ്, കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനും നമുക്ക് തരുന്നുണ്ട്.
അതുകൊണ്ടാട്ടോ. കാരണം വെച്ചാൽ പാകിസ്ഥാനെ നമ്മൾ ഇൻ കേസ് ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അഫ്ഗാനിസ്ഥാനാണ്. അവിടെ നിന്ന് നമുക്ക് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഡിപ്ലോമാറ്റിക്കലി എടുത്തേക്കുന്ന ഒരു കാര്യമെന്ന് വേണേൽ പറയാം. ഇനി അതുകൊണ്ട് തന്നെ ഇന്ത്യയോടുള്ളൊരു കൂറുകൊണ്ട് ഇൻ കേസ് ഇന്ത്യയുടെ പ്രോക്സി ആകുമോ അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പേടിച്ചിട്ട് ഒരു പ്രശ്നം, ഇന്റേണൽ പ്രശ്നം, കാര്യം മനസ്സിലായില്ല. കാരണം വെച്ചാൽ ഇങ്ങനൊരു പ്രശ്നം കൂടി അകത്തുണ്ട്. ഇനി അടുത്ത റീസണിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇറാൻ യുദ്ധത്തിൽ, അതായത് ഇറാൻ യുദ്ധത്തിൽ ഒരു സ്റ്റാൻഡ് പാകിസ്ഥാനില്ല. അത് ആദ്യം മനസ്സിലാക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ഇറാനെ സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ അമേരിക്കൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാൻ വന്നത് നമ്മുടെ സൗദി അറേബ്യയായിട്ട് പാകിസ്ഥാൻ ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറബ് കൺട്രികളിൽ ഒരേ ഒരു ന്യൂക്ലിയർ പവേർഡ് കൺട്രി എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടൊരു ട്രീറ്റി സൈൻ ചെയ്തേക്കുന്നത്. അതായത് ഞങ്ങൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മിലിറ്ററി ഫോഴ്സും, നിങ്ങൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മിലിറ്ററി ഫോഴ്സും തന്ന് സഹായിക്കാം എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ട്രീറ്റിയിൽ സൈൻ ചെയ്തേക്കുന്ന കാര്യം. അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തന്നേക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ട്രീറ്റ് സൈൻ ചെയ്തപ്പം ഈ പറഞ്ഞ പോലെ ഇറാൻ യുദ്ധത്തിൽ ആദ്യം അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യയുടെയൊക്കെ മിലിറ്ററി ബേസസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഈ സൗദി അറേബ്യയുടെ കൂട്ടത്തിൽ വന്ന് നിന്നില്ല, അവരെ ഹെൽപ്പ് ചെയ്തില്ല. ഇതൊരു പ്രശ്നമാണ്. അപ്പം ഇവർക്ക് ഓൾറെഡി ഇൻറ്റേർണലായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഇത് കാണിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടണമല്ലോ പാകിസ്ഥാൻ. അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനെ കയറി അറ്റാക്ക് ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം, ഈ പറഞ്ഞ പോലെ ഇന്ന് തുടങ്ങിയ യുദ്ധമല്ല ഇത്. ഈ യുദ്ധം തുടങ്ങിയിട്ട് ഒത്തിരി ദിവസങ്ങളായി. അതായത് ഇറാൻ ഇസ്രയേൽ പ്രശ്നം എന്ന് തുടങ്ങിയോ അന്ന് തന്നെ ഈ പറഞ്ഞ പോലെ അതിന് 2 ദിവസത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. അപ്പം എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ അറ്റാക്ക് ചെയ്യുകയും അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്ത് അവരുടെ 8 ഔട്ട് പോസ്റ്റ് പിടിച്ചടക്കുകയും ചെയ്തു. അതുകൊണ്ട് മാത്രം നിന്നില്ല, പിന്നീടും പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തു. തിരിച്ച് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ ബഗ്രാം എയർപോർട്ടും അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലും അറ്റാക്ക് ചെയ്ത് അവരുടെ ഈ ബഹ്റാം എയർപോർട്ട് അറ്റാക്ക് ചെയ്ത് അവരുടെ എയർബേസ് നശിപ്പിച്ചു കളഞ്ഞു. നമ്മൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വഴി അറ്റാക്ക് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ അഫ്ഗാനിസ്ഥാനും അറ്റാക്ക് ചെയ്തു. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനെ കയറി ഇപ്പോൾ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്ത്. സാധാരണ അത് സാധാരണ നമ്മൾ അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ മിലിറ്ററി ബേസിസിലായിരിക്കും കൂടുതൽ അറ്റാക്ക് ചെയ്യാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിൽ ഭടന്മാർ തമ്മിലാണ് യുദ്ധം നടക്കാറ്. അങ്ങനെയാണ് പണ്ട് തൊട്ടുള്ള യുദ്ധങ്ങൾ. അതുകൊണ്ടാണ് മിലിറ്ററി ബേസസ്, അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റ്സുകൾ, ഇല്ലെങ്കിൽ അവരുടെ ഓയിൽ ഡിപ്പോകൾ എന്നുള്ള സ്ഥലങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിലിയൻസ്, അതായത് പാവപ്പെട്ട ജനങ്ങളെ കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ഇന്ത്യ ഭയങ്കരമായിട്ട് വിമർശിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്തു. ഇന്ന് ഓൾറെഡി അതിനെക്കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇതാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഇഷ്യൂ. അപ്പം ഇത് ഇന്ത്യയിലേക്ക് എസ്കലേറ്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ പൊസിഷനാണ്. പക്ഷേ ഗ്ലോബൽ ലെവലിൽ ഇതൊരു ഭയങ്കരമായൊരു ഭീതി ജനിപ്പിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവരുടെ യുദ്ധം മാത്രമല്ല, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തായിട്ട് ഇറാൻ ഇസ്രയേൽ അമേരിക്ക എന്ന് പറഞ്ഞൊരു യുദ്ധം നടക്കുന്നുണ്ട്. അതുമല്ല, തൊട്ടപ്പുറത്ത് വേറൊരു യുദ്ധമായിട്ട് ഒരു 4 വർഷമായിട്ട് നടക്കുന്നൊരു യുദ്ധമാണ് നമ്മുടെ യുക്രൈൻ റഷ്യ പ്രശ്നം. അതൊക്കെ ഒരു പുറത്ത് നിന്നാൽ പോലും ഇപ്പോൾ പുതിയതായിട്ടൊരു പ്രശ്നമുണ്ട്. അതാണ് നമ്മുടെ തൈവാൻ ചൈന പ്രശ്നം. അതും കൂടെ നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൈവാന് ചുറ്റും നമ്മുടെ ചൈന അവരുടെ മിലിറ്ററി നേവൽ ഷിപ്പുകൾ കൊണ്ട് നിർത്തി വെച്ചേക്കുവാണ്. അപ്പം ആ ഒരു ഭീതിയും കൂടെ അവിടെ നിലനിൽക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈവാൻ ആരാന്ന് ആദ്യം പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനയുടെ ഒരു ഭാഗമാണ് തൈവാൻ എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. പക്ഷേ തൈവാൻ പറയുന്നത് അവരൊരു സ്വതന്ത്രമായൊരു രാജ്യമാണെന്ന്. ഇതിനെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അപ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തൈവാന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നത് അമേരിക്കയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ഇതിനകത്ത് ലാഭമുണ്ട് കേട്ടോ. അമേരിക്കയുടെ ലാഭം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ് ഏറ്റവും കൂടുതൽ തൈവാനിലാണ്. ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടറും കാര്യങ്ങളും ഉണ്ടാക്കി വരുന്നത് തൈവാനിൽ നിന്നാണ്. ഇപ്പോൾ ഇൻ കേസ് ചൈന കയറി തൈവാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളെ ബാധിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ശരിക്കും നമ്മളെ ബാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്, ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം തൈവാനിൽ ഉണ്ടാക്കുന്ന ചിപ്പ് കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പം
ഫോണുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം വില കൂടും. ഇപ്പോൾ ഇതിനകത്ത് പറയേണ്ട ഒരു വ്യക്തിയെക്കുറിച്ച് കൂടെ ഉണ്ട്. ഇതിനകത്ത് സൈലൻറ്റ് കില്ലറായിട്ട് നിന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അമേരിക്ക. അമേരിക്കയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ യുദ്ധം കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന അമേരിക്കയാണ്. അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്, അമേരിക്കയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് ചോദിച്ചത്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം പറയുമ്പോൾ ആദ്യം നോക്കേണ്ടത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നത്തിൽ അമേരിക്കയുടെ പങ്കെന്താണെന്നുള്ളതാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ ലാഭം കൂടി നോക്കണ്ടേ? അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട കാര്യം. അഫ്ഗാനിസ്ഥാനിൽ ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺ ടൺസ് ഓഫ് റെയർ എർത്ത് എലമെൻറ്റ്സ് ഉണ്ട്. ഈ സാധനം എത്രത്തോളം അമേരിക്കയ്ക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിഥിയം, കോപ്പർ, അങ്ങനെയുള്ള കുറേ എലമെൻറ്റ്സ് ഈ പറഞ്ഞ പോലെ അഫ്ഗാനിൽ ഈ പറഞ്ഞ ബോർഡർ സ്ഥലങ്ങളിലൂടെയുണ്ട്. ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ എങ്ങാനും ഈ സ്ഥലങ്ങൾ ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആർക്ക് ചെല്ലും? അമേരിക്കയ്ക്ക് ചെല്ലും. ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ആരാണ്? അമേരിക്കയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ പറഞ്ഞ പോലെ തായ്വാനെ രക്ഷിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഈ പറഞ്ഞ പോലെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ആർക്ക് വേണം? ഈ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് വേണം. ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള ഓയിലും കാര്യങ്ങളും ആർക്ക് വേണം? അമേരിക്കയ്ക്ക് വേണം. വെനിസ്വേലയെ അറ്റാക്ക് ചെയ്തത് എന്തുകൊണ്ടാണ്? അവിടെയും ഓയിൽ ആർക്ക് വേണം? അമേരിക്കയ്ക്ക് വേണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി അമേരിക്ക കാണിക്കുന്ന യുദ്ധത്തിൻ്റെ തുടർ ചങ്ങലയാണ് ഈ പറയുന്ന യുദ്ധങ്ങളെല്ലാം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുന്നതെന്ന്? ഇനിയപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ന്യൂസുമായിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻസ് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിവ് കൊടുക്കും തോറും ഇത് വളരും. സോ മാക്സിമം ഷെയർ ചെയ്യുക. ദിസ് ഈസ് ജോസ് പ്രകാശ്. ഇനി അടുത്ത വീഡിയോ കാണാം.